പ്രശ്നത്തിൽപ്പെടാതെ പ്രശ്നം പരിഹരിക്കുന്ന ബുദ്ധി. ശ്രീ കെ വിജയകുമാർ, പത്മശ്രീ ജേതാവ് 2026. സംഘർഷ സാധ്യതയുള്ളിടത്തോ കാര്യങ്ങൾ കുഴപ്പത്തിലാകുന്ന ഇടങ്ങളിലേക്കോ എത്തിപ്പെടാനുള്ള ഒരു പ്രത്യേക കഴിവ് ഞാൻ നേടിയെടുത്തിട്ടുള്ളതായി തോന്നുന്നു. 5 ദശകങ്ങൾ നീളുന്ന ശ്രീ കെ വിജയകുമാറിന്റെ മഹത്തായ സേവന ജീവിതത്തിന്റെ പൂർണ്ണസാരം ഇതാണ്. 2010 ഏപ്രിലിൽ ശ്രീ കെ വിജയകുമാർ CRPF DG ആയിരുന്നപ്പോൾ ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ നക്സലുകൾ ഒരു CRPF കോൺവോയെ ആക്രമിച്ചു. 75 പേർക്ക് ജീവൻ നഷ്ടമായി. സ്ഥിതിഗതികൾ ഗുരുതരമായിരുന്നു. ഉടൻ തന്നെ ഞാൻ സ്ഥലത്തെത്തി. ആക്രമണം നടന്ന അതേ സ്ഥലത്ത് ഒരു രാത്രി ചെലവഴിച്ചു. ആളുകളുടെ മനോഭാവം ഞാൻ കൃത്യമായി മനസ്സിലാക്കി. അവർ എന്റെ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പായി. അതിന്റെ ഫലം ഉടൻ സേനയിൽ പ്രതിഫലിച്ചു. മനോവീര്യം ഉയർന്നു. അതൊരു പാഠം തന്നെയായിരുന്നു. പ്രശ്നമുള്ളിടത്ത് ചെന്ന് നേരിടണം. വിജയകുമാറിന്റെ മാതാപിതാക്കളായ വി കൃഷ്ണനും കൗസല്യയും അഭിമാനം കൊണ്ടു. പിതാവ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. യൂണിഫോമിൽ സുമുഖനായിരുന്നു. അതായിരുന്നു ആ ബാലനെ സ്വാധീനിച്ച വ്യക്തിത്വം. 1975 MA കഴിഞ്ഞ് IPSലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നാലെ IAS ലഭിച്ചെങ്കിലും അദ്ദേഹം അതിനെ നിരസിച്ചു. യൂണിഫോം സർവീസിനോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം അത്ര ശക്തമായിരുന്നു. ധർമ്മപുരിയിൽ SP ആയി പ്രവർത്തിച്ച കാലത്ത് അവിടെ കടുത്ത നക്സൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ജനങ്ങളുടെ ആത്മവിശ്വാസത്തിനായി അദ്ദേഹം മുൻകൈയെടുത്ത് രാത്രി പട്രോളുകൾ നടത്തി ഉടൻ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കാർഗിൽ യുദ്ധകാലത്ത് 1999 ശ്രീനഗറിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ IG ആയിരുന്ന വിജയകുമാർ ഫിദായിൻ ആത്മഹത്യാ ആക്രമണ സ്ക്വാഡിന്റെ ആക്രമണങ്ങളെ നേരിട്ടു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള BSF ശക്തമായ നീക്കങ്ങളിലൂടെ ശ്രീനഗറിനെ നിയന്ത്രണത്തിലാക്കി. തുടർന്ന് വിജയകുമാറിന് മറ്റൊരു നിർണായക ദൗത്യം ലഭിച്ചു. തമിഴ്നാട്ടിലെ ഉൾക്കാടുകളിൽ പ്രവർത്തിച്ചിരുന്ന ആനക്കൊമ്പ് മോഷ്ടാവും ചന്ദനക്കടത്തുകാരനുമായ വീരപ്പനെ നേരിടാൻ. 2004 അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വീരപ്പനെ വധിച്ചു. അനേകം ചുമതലകൾ അദ്ദേഹം ഏറ്റെടുത്തു. എല്ലാറ്റിലും അദ്ദേഹം മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചു. ഇവർ കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇവർ കരുത്തിന്റെ ഒരു കലവറയാണ്. ആ കടപ്പാട് തിരിച്ചു നൽകേണ്ട സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ മാത്രമല്ല, മറിച്ച് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സംഘം ആളുകൾ കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഏത് മേഖലയായാലും നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടമാണെങ്കിൽ മികച്ചത് കാഴ്ചവെക്കാനാകും. അങ്ങനെ മുൻനിരയിലെത്താം. ശ്രീ കെ വിജയകുമാർ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.